ഓം ശാന്തി. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളെന്ത് ചിന്തിക്കുന്നോ, നമ്മളെന്താണോ അത് നമ്മളിലേക്ക് ആകർഷിക്കും എന്നാണ് ആകർഷണീയം നമ്മൾ പറയുന്നത്. പലപ്പോഴും പലരും പറയും, ഞാനത് നടക്കില്ല എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലായിരുന്നു, ഞാനത് നടക്കുമെന്ന വിശ്വാസത്തോടു കൂടെ തന്നെയായിരുന്നു ചെയ്തത്, ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് എനിക്കത് നടന്നു കിട്ടിയില്ല എന്നൊക്കെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തരികയാണ്. നമ്മൾ ജീവിതത്തിൻ്റെ ഉള്ളിൽ ഒരു ലക്ഷ്യം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കേണ്ടത്, ചില കാര്യങ്ങൾ മുന്നിൽ നടന്ന ആളുകളുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. അത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കുറേ കാര്യങ്ങൾ മുന്നിൽ നടന്നുപോയ ആളുകളുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വിജയികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നതുമായിരിക്കുന്ന ഒരു തത്വം തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ജിം ക്യാരി നോക്കിയാലും, ഞാൻ മുന്നൊരു വീഡിയോ ഒന്നും കിട്ടി തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. അദ്ദേഹം തൻ്റെ ചെക്കിനുള്ളിൽ ഇത്രാമത്തെ വർഷശേഷം ഞാൻ ഇത്ര എമൗണ്ട് ഇന്ന കാര്യത്തിന് എന്ന് എഴുതി വെക്കുകയും ആ ഒരു എഴുതി വെച്ചു എന്ന ഒരു ഫാക്ടർ കൊണ്ട്, അത് കണ്ടു എന്നൊരു ഫാക്ടർ കൊണ്ട് ഒരു ദിവസം ജിം ക്യാരി അത്ര വലിയൊരു ആക്ടറായിട്ട് അല്ലെങ്കിൽ ഹോളിവുഡ് ആക്ടറായിട്ട് മാറുന്നില്ല. അദ്ദേഹം നിരന്തരമായിട്ട് ആ ലക്ഷ്യം നേടാൻ വേണ്ടിക്കൊണ്ട് പല സ്ഥലത്തും അലഞ്ഞു, പലരോടും പോയി മീറ്റ് ചെയ്തു, പല റോളുകൾ കിട്ടി, പലതും ചെയ്തു നോക്കി. അവസാനം ആ നിരന്തരമായിരിക്കുന്ന ഹാർഡ് വർക്കും അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസവും വിഷ്വലൈസേഷനും കൂടി ചേരുമ്പോഴാണ് അങ്ങനെ ഒരു ഓഫറുമായിട്ട് ജിം ക്യാരിയുടെ അടുത്ത് എത്തിച്ചേരുന്നത് തന്നെ. ഇതേപോലെ തന്നെ ആർണോൾഡ്, ബോഡി ബിൽഡറും ഹോളിവുഡ് സ്റ്റാർ ആയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എടുത്ത് നോക്കിയാലും നമുക്കറിയാം, നിരന്തരമായിട്ട് ആ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യുകയും ഫിസിക്കൽ ആക്ടിവിറ്റീസായിട്ടും അത് കഴിഞ്ഞ ശേഷം ചാൻസുകൾക്ക് വേണ്ടി ആളുകളെ മീറ്റ് ചെയ്യുക, ആളുകളായിട്ടുള്ള ചാൻസ് ഷെയർ ചെയ്യുക, അവരുടെ ആഗ്രഹങ്ങളെ പ്രകടിപ്പിക്കുക, പറ്റാവുന്ന ചെറിയ ചെറിയ റോളുകൾ ചെയ്തു നോക്കുക, ഇങ്ങനെ കൊച്ചു കൊച്ചു ലെവൽ മുതൽ തൻ്റെ ഹാർഡ് വർക്കിൻ്റെ മാക്സിമം ചെയ്യുമ്പോൾ, ഒന്ന് നമ്മുടെ ഹാർഡ് വർക്ക്, മറ്റൊന്ന് വിഷ്വലൈസേഷൻ, രണ്ടും കൂടുമ്പോഴാണ് നമുക്ക് ആ ഒരു പെർഫെക്ഷനിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. വിരാട് കോഹ്ലി ആയിക്കോട്ടെ, പല സ്പോർട്സ് സ്റ്റാർസിൻ്റെ അടുത്തും അവരുടെ ഇൻ്റർവ്യൂസ് കണ്ടു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പല ഫിലിം സ്റ്റാർസിനോടും അവരുടെ ഇൻ്റർവ്യൂ കണ്ടു നോക്കുമ്പോൾ മനസ്സിലാക്കാം, ഒരു കാര്യം അതിൻ്റെ സക്സസ്സിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നടക്കുന്നതിനേക്കാൾ മുന്നേ അതിൻ്റെ പെർഫെക്റ്റ് ആയിരിക്കുന്ന സക്സസ് എന്താണ് എന്ന് അവർ അകക്കണ്ണ് കൊണ്ട് കാണുകയും അതിനെ വിഷ്വലൈസ് ചെയ്യുകയും അതിൽ എൻജോയ് ചെയ്യുകയും അതിൻ്റെ ഊർജ്ജം ആവാഹിക്കുകയും അതേസമയം തന്നെ ആ കാര്യത്തെ ലൈഫിൻ്റെ ഉള്ളിൽ പ്രാക്ടിക്കലായി കൊണ്ടുവരാൻ വേണ്ടി ഓരോ നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ എനർജറ്റിക് ആയിട്ട് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഒന്നൊരു മാസീവ് ആക്ഷൻ നടക്കുന്നുണ്ട് അവിടെ, മറ്റൊന്ന് അതിന് വേണ്ടതായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന വിഷ്വലൈസേഷൻ നടക്കുന്നുണ്ട്. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവരുള്ള 3 എനർജി നമ്മൾ പറയാറില്ലേ, മനസ്സാ വാച കർമ്മണ. ഒന്ന്, നമ്മുടെ മനസ്സിൽ നമ്മൾ ആ പ്ലാൻ കാണുന്നു, അതിനെ വിഷ്വലൈസ് ചെയ്യുന്നു, നമ്മുടെ വാക്കുകളിൽ ആ ഒരു ഫീലിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, സംസാരത്തിൽ ആ ഒരു എനർജി, ആ ഒരു മോട്ടിവേഷൻ നമ്മൾ ഫീൽ ചെയ്യുന്നു, ഒപ്പത്തിനൊപ്പം നമ്മുടെ കർമ്മങ്ങളിൽ അതിന് വേണ്ട പൂർണ്ണമായിരിക്കുന്ന ഹാർഡ് വർക്കും നമ്മൾ ചെയ്യുന്നു. ഇങ്ങനെ 3 കാര്യങ്ങൾ ഒന്നു ചേരുമ്പോൾ നമ്മുടെ മനസ്സിലെ സങ്കല്പം, നമ്മുടെ വാക്ക്, ഒപ്പം നമ്മുടെ കർമ്മങ്ങൾ, പലരും ചെയ്തു പോകുന്ന ഒരു മിസ്റ്റേക്കും ഉണ്ട്. എനിക്ക് എൻ്റെ മനസ്സിൽ ആ കാര്യം നേടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ പലരോടും പറയുമ്പോൾ അവരെന്നെ കളിയാക്കിയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് അവർ സംസാരിക്കുക. ഇതും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്രീം അവരിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരാൻ വൈകുന്ന ഘടകമാണ്. അതുകൊണ്ട് ഒന്ന്, മനസ്സിൽ നമ്മൾ ആ കാര്യത്തെ കാണണം, മറ്റൊന്ന് വിഷ്വലൈസേഷൻ നമുക്ക് ചെയ്യണം, പിന്നെ ഒന്ന് നമ്മൾ ആ കാര്യത്തിന് വേണ്ടതായിരിക്കുന്ന രീതിയിൽ നമ്മുടെ സംസാരത്തിലും നമ്മുടെ ചിന്തകളിലും എല്ലാം ആ ഒരു വിഷ്വലൈസേഷൻ നമുക്ക് കാണണം, പിന്നെ ഒന്ന് നമ്മുടെ കർമ്മം അതനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം. ഈ 3 കാര്യങ്ങളും കൂടി ചേരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരൊറ്റ തോട്ടിലേക്ക്, ഞാനൊരു ബുക്ക് വായിച്ചത് ഓർമ്മിക്കും, പുള്ളിങ് യുവർ ഓൺ സ്ട്രിങ്സ് എന്നുള്ളതായിട്ടുള്ള ബുക്ക്. ഒരു കാര്യത്തിലേക്ക് ത്രോ യുവർ സെൽഫ് ഇൻ ടു ഇറ്റ് എന്നാണ് പറയുന്നത്. ഒരു കാര്യം ജീവിതത്തിൽ അതിൻ്റെ പെർഫെക്ഷനോട് കൂടി നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ആ നിമിഷം മുതൽ അതിനെ തന്നെ ആവാഹിച്ച് ഓരോ ശരീരത്തിൻ്റെ കണങ്ങളിൽ പോലും അതിൻ്റെ ഊർജ്ജം നിറയുമ്പോൾ ആ ആഗ്രഹം നമ്മുടെ ശക്തിയായിട്ട് മാറുമ്പോൾ അത് നമുക്ക് സത്യമായിട്ട് ഭവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കാണുന്നുണ്ട്, ഞാനത് വിശ്വസിക്കുന്നുണ്ട്, ഓക്കെ, പക്ഷേ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് എന്നതും, അതിനുവേണ്ടി ഞാൻ ഏത് രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതും, അതിനുവേണ്ടി എങ്ങനെ ഞാൻ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, ഒരു ദിവസത്തിൽ എത്ര സമയം ഞാൻ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നതൊക്കെ വളരെ പ്രധാനമാണ്. ഒരു കാര്യം രാവിലെ വിഷ്വലൈസ് ചെയ്തു,
ഉറക്കം ഉണർന്ന ഉടനെ വിഷ്വലൈസ് ചെയ്തു, ഉറങ്ങാൻ പോകുന്ന സമയത്ത് വിഷ്വലൈസ് ചെയ്തു, മെഡിറ്റേഷനിൽ വിഷ്വലൈസ് ചെയ്തു. എന്തുകൊണ്ടാണ് ഈ സമയത്ത് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യണം എന്ന് നിർബന്ധമായി പറയണമെന്നറിയോ? രാത്രി ഉറങ്ങുന്ന സമയത്തും രാവിലെ ഉണർന്ന ഉടനെയും ഏത് ടൈപ്പ് തോട്ട്സ് നിങ്ങൾ ആക്റ്റീവ് ആക്കിയിട്ടുണ്ടോ ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അതിൻ്റെതായിട്ടുള്ള ഊർജ്ജം വരാൻ തുടങ്ങും. നിങ്ങളറിയാതെ ആ സമയത്ത് നിങ്ങളുടെ അഫർമേഷനിൽ നിങ്ങൾ ഫീൽ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അറിയാതെ പകൽ ഒരുപാട് തവണ അത് നമ്മുടെ മനസ്സിനെ താൻ ഓർമ്മിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ അതിനെ നിലനിർത്താൻ വേണ്ടിക്കൊണ്ട്, അഥവാ നമ്മുടെ വിഷ്വലൈസേഷൻ എഗെയിൻ ആൻഡ് എഗെയിൻ അതിനെ കണ്ടുകൊണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വൈബ്രേഷനിൽ ഉപബോധ മനസ്സുകളിൽ നിന്ന് അതേ സങ്കല്പധാരയുടെ പ്രവാഹം ഉണ്ടാക്കാൻ വേണ്ടിക്കൊണ്ടാണ് ആ സമയങ്ങളിൽ അത്രയും പവർഫുള്ളായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യണമെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അർത്ഥം ബാക്കി സമയം മറക്കുക എന്നുള്ളതല്ല. ബാക്കി സമയം നിങ്ങൾക്ക് എത്ര സമയം പറ്റുമോ, എത്ര തവണ കൂടുതൽ അതിനെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടോ, എത്ര തവണ കൂടുതൽ നമ്മളതിനെ ഫീൽ ചെയ്യുന്നുണ്ടോ അത്രയും ആ കാര്യം കിട്ടാനുള്ളതായിരിക്കുന്ന ഒരു ദാഹം നമ്മുടെ മനസ്സിന് ജനിക്കാൻ തുടങ്ങും. അതാണ് മോസ്റ്റ് പവർഫുൾ ആയിരിക്കുന്ന വൈബ്രേഷൻ. ആ വൈബ്രേഷൻ എത്ര ദൂരെയുള്ള കാര്യത്തിന് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരും. ഇല്ലാത്ത കാര്യത്തെ നടത്തിയെന്നിരിക്കും, ഉള്ളതിനെ ഇല്ലാതാക്കിയെന്നിരിക്കും, തടസ്സങ്ങളെ തട്ടിത്തെറിപ്പിക്കാനുള്ള ശക്തി തരും. ഒക്കെ ആധാരമായിട്ട് മാറുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ആ വൈബ്രേഷൻ, ആ ഊർജ്ജമാണ്. അതുകൊണ്ട് എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു സൈക്കിൾ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ സൈക്കിൾ കാണുന്നുണ്ട്, വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരാഗ്രഹം മനസ്സിൽ വന്നു, ഞാനത് കണ്ടു എന്ന് കരുതിയിട്ട് നാളെ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ ആസ് യു തിങ്ക് സോ യു ബിക്കം എന്നുള്ള സത്യമാണ്. പല കാര്യങ്ങളും പലപ്പോഴും പണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് പോലും പിന്നീട് നമ്മുടെ അടുത്തേക്ക് അത് വന്നു ചേരുമ്പോൾ അന്ന് ഞാൻ ആഗ്രഹിച്ചു നിന്നതാ വന്നിരിക്കുന്നു എന്ന് പറയുന്ന അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളെ കൊണ്ട് സാധനം ആഗ്രഹിച്ച് നടക്കില്ല എന്ന് പറയുന്നില്ല, പക്ഷേ അത് അതിൻ്റെതായിട്ടുള്ള സമയത്തേ നടക്കും. ഒരു കാര്യം നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് നടത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചതായിരിക്കുന്ന ഊർജ്ജം അതിൽ ഡെപ്പോസിറ്റ് തന്നെ വേണം. അതുകൊണ്ട് വെറും ചിന്തകൾ കൊണ്ട് മാത്രമല്ല സംഭവിക്കുന്നത്, ചിന്തയും വാക്കും കർമ്മവും ഒന്നിപ്പിക്കുമ്പോൾ, ചുരുക്കം പറഞ്ഞാൽ നിങ്ങളതായിത്തീരുമ്പോഴാണ് നമുക്ക് ആ ഒരു സൗഭാഗ്യം നമ്മുടെ ലൈഫിൽ വന്നു ചേരുന്നത്. അപ്പം അതുകൊണ്ട് ഒരു കർമ്മത്തിന്, ഒരു കാര്യത്തിന് വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലത് ചിന്തിച്ചത് കൊണ്ട് മാത്രമല്ല, മനസ്സിലത് ചിന്തിക്കുകയും അത് വിശ്വസിക്കുകയും ആ രീതിയിൽ സംസാരിക്കുകയും അതിന് വേണ്ടതായിരിക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് വളരെ വേഗത്തിൽ നമ്മുടെ അടുത്ത് എത്തുന്നത്. അപ്പം മറിച്ച് ചോദിക്കും, നമുക്ക് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അത് കിട്ടുന്നെങ്കിൽ പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്താ ഘടകമുള്ളത് തന്നെ? അതും ഞാൻ കണ്ടിട്ടുണ്ട്. പല ആളുകളും ജീവിതത്തിൽ തൻ്റെ വിചാരധാരയ്ക്കും വിഷ്വലൈസേഷനും യാതൊരു പ്രാധാന്യം കൊടുക്കാത്തവർ, ജീവിതത്തിൽ കഠിനാധ്വാനം കൊണ്ട് രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും. അവരുടെ കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞാൽ വിഷമം തോന്നും. അവർ കർമ്മത്തിനോട് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നിട്ടും അവർക്ക് ആ വിചാരിച്ചതായിട്ടുള്ളൊരു ഹാപ്പിയസ്റ്റ് ആയിരിക്കുന്ന ലൈഫിൽ എത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ ഉള്ളിൽ നിന്നുള്ളതായിരിക്കുന്ന ഊർജ്ജത്തിൻ്റെ പ്രവാഹത്തെ അവർ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഉള്ളിൽ നിന്നുള്ള ഊർജ്ജത്തിൻ്റെ പ്രവാഹമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ വാക്കിലും കർമ്മത്തിലും കൂടി ഒഴുകാൻ തുടങ്ങുമ്പോൾ വളരെ വേഗം നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നം നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ആ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിജയിച്ച ആളുകളുടെ വഴിയിലൂടെ നടന്നു നോക്കിയാൽ നമുക്ക് കാണാം ഇതെല്ലാം അവർ ചെയ്തിട്ടാണ് ആ സക്സസ് അവർ സ്വന്തമാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ഡ്രീമിനെ സ്വന്തമാക്കാൻ വേണ്ടി, അതിനെ നേടിയെടുക്കാൻ വേണ്ടി ഈ 3 കാര്യങ്ങളെയും ഒന്നിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒന്ന്, നമ്മുടെ ചിന്തകളിൽ ആ ചിന്തയായിരിക്കണം, അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യണം, അതിനെക്കുറിച്ച് ഫീൽ ചെയ്യണം, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പറ്റണം, അത് എൻജോയ് ചെയ്യാൻ പറ്റണം. ആ സന്തോഷത്തിൻ്റെ ഒരു പ്രോസസ്സായിക്കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് തന്നെത്താൻ നമ്മുടെ പിന്നാലെ പതുക്കെ പതുക്കെ നമ്മളറിയാതെ നമ്മളോട് കൂടെ വന്നു ചേരും. അതുകൊണ്ട് ആ ഒരു നല്ല ദിവസം വരട്ടെ എന്നും, നിങ്ങളുടെ സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും കൂടി തൻ്റെ ഡ്രീമിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് അഥവാ ലക്ഷ്യത്തെ ആവാഹിച്ചുകൊണ്ട് ജീവിതം വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ എന്നും ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.